വെൽക്കം ടു ഷബൂസ് കിച്ചൺ മാറ്റിക്സ്. ഇന്ന് ഞാനിവിടെ ഒരു പപ്സ് ഉണ്ടാക്കിയിരുന്നു. അത് ഓൾറെഡി ഉണ്ടാക്കുമ്പോൾ ശരിയായെങ്കിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വീഡിയോ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതായത് അതിൻ്റെ ലീഫൊക്കെ നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുത്ത് അങ്ങനെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മൈദ കുഴച്ച് വെച്ച് കുറച്ച് നേരം, അതായത് നമ്മൾ പൊറോട്ടയ്ക്ക് സെറ്റ് ചെയ്യുന്ന മാതിരി മൈദയും അതിൻ്റെ ലീഫും അതേപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ, അതായത് ടെക്സ്ചറൊക്കെ നന്നായിട്ട് വരും, എല്ലാം നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ചൊരു ഭംഗിക്കുറവ് ചിലപ്പോൾ ഫീൽ ചെയ്യും, അത്ര അല്ലാതെ വേറെ നല്ല എളുപ്പത്തിൽ എല്ലാ വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വരൂ, ഞാൻ കാണിച്ചു തരാം നമ്മളെങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഗ്യാസ് കത്തിക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു വലിയ 5 സവാളയാണിത്, അത് നീളത്തിൽ അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ മുട്ടയ്ക്ക് വേണ്ടുന്ന മസാലയാണ് ഉണ്ടാക്കുന്നത്. നല്ലപോലെ വഴറ്റി അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. ഏകദേശം ഒരു വലിയ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇത്രയും മുളക് പൊടി ഒരു സ്പൂണിലും കുറച്ചധികം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്, അതായത് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. എങ്കിൽ ഈ മസാലയ്ക്ക് നല്ല ഒരു മയം ഉണ്ടാകുന്നതായിരിക്കും. പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ വെന്ത് ഇതിനോട് ചേർന്ന് വരുമ്പോൾ നമുക്ക് മല്ലിയിലയും ചേർത്ത് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. എണ്ണയിൽ നല്ലപോലെ വെന്ത് എണ്ണയൊക്കെ സൈഡിൽ നിന്ന് തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്.
നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് ഇളക്കി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൽ ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ എണ്ണയിൽ തന്നെയാണ് ഇത് വഴറ്റി എടുക്കുന്നത്. റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യും. ഇത് 250 ഗ്രാം മൈദ, ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ, അതിൽ നിന്നും ഒരല്പം കൂടെ വെള്ളം ജാസ്തി ചേർത്തിട്ടാണ് ഞാനിത് കുഴച്ചെടുത്തിരിക്കുന്നത്. 1 മണിക്കൂർ മുമ്പേ കുഴച്ച് റെഡിയാക്കി വെച്ചതാണ്. ഇത് നല്ല പാകത്തിന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പപ്സിനുള്ള ഇത് പരത്തിയെടുക്കാം. ഇത് ഒന്നുകൂടെ കൗണ്ടർ ടോപ്പിൽ വെച്ച് നല്ല സോഫ്റ്റായി പരത്തിയെടുക്കുക. കുഴച്ച് വെച്ചതിൽ നിന്നും ഒരു വലിയ പൂരി പരത്തേണ്ട അത്രയും ഉള്ള മാവെടുത്ത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ച് ശരിക്കും ഇതുപോലെ റോളറൊന്നും വേണ്ട, കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി കൊടുക്കുക. മാക്സിമം തിന്നാക്കി പരത്താൻ നോക്കുക. ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാൻ. കാരണം മാവ് നന്നായി സോഫ്റ്റായി വന്നത് കാരണം തന്നെ നമുക്ക് വേറെ ഇത് അല്പം അവിടെ ഇവിടെ കീറിപ്പോയാലും ഒന്നും പ്രശ്നമില്ല. നമുക്ക് മടക്കാനുള്ളതാണ്. ഇതാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അല്പം വെണ്ണ എടുത്ത് തടവി കൊടുക്കുക. ഞാൻ കൗണ്ടർ ടോപ്പിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് വെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം അല്പം മാവും ഇട്ട് കൊടുത്ത് ഇത് ഇങ്ങനെ മടക്കുക. അതേമാതിരി ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് മടക്കുക. അതിന് ശേഷം ഇവിടെ നിന്നും ഇതേപോലെ ഇത് എടുത്തതിന് ശേഷം വീണ്ടും അല്പം എണ്ണ ഒഴിച്ച് വീണ്ടും പരത്തുക. എത്ര പ്രാവശ്യം പരത്തുമോ അത്രയും മടക്കുകൾ നമുക്ക് ഈ ലെയേഴ്സായിട്ട് ഈ പപ്സ് കാണാൻ പറ്റും. അത്രയും ലെയറായിരിക്കും അതിൻ്റെ മുകളിൽ ഉണ്ടാകും, മുട്ടയുടെ മുകളിൽ. കുറച്ച് വെണ്ണ എടുത്ത് തടവി കൊടുക്കാം. ഇനി അല്പം മൈദമാവ് ചേർത്ത് കൊടുക്കാം മുകളിൽ. ഇത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുഴുവൻ ഇതിൻ്റെ മുകളിലേക്ക് ശേഷം ഇനി നമുക്ക് മസാല വെക്കാൻ ആവശ്യമുള്ളത്ര മാത്രം പരത്തിയാൽ മതി. അതിനുശേഷം മുട്ട മുറിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിൽ ആവശ്യത്തിന് മസാല വെച്ച് മുട്ടയും കമത്തി വയ്ക്കാം. അതിനുശേഷം ഈ രണ്ടറ്റത്തു നിന്നും ഒന്ന് വലിച്ച് ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കുക. അതേപോലെ മറ്റേ സൈഡിൽ നിന്നും നമുക്കിങ്ങനെ വെച്ച് വെക്കാം. ഇവിടെ ഒരു 4 പപ്സ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് ഫ്രയറിലെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നിങ്ങൾക്ക് കുക്കറിലോ
അല്ലെങ്കിൽ എങ്ങനെയാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് അതേമാതിരി ഉണ്ടാക്കാം. ഓവനിലോ വെച്ചിട്ട് റെഡിയാക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് എഗ്ഗ് വൈറ്റ് തേച്ച് കൊടുക്കുക. എയർ ഫ്രയറിനകത്തേക്ക് കഴിക്കും. നമ്മൾ വെച്ച പപ്സ് എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ലെയറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് കാരണം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇതിൽ അല്പം എണ്ണ കൂടുതലാണ് മസാലയിൽ, അതാണ് ഇവിടെ കുറച്ച് കളർ കാണുന്നത്. കുറച്ച് എണ്ണ കുറയ്ക്കുകയാണെങ്കിൽ ഇനി നല്ല കളർഫുള്ളായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ.